ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 3 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒരു ആമുഖ വാക്കുകളാണ്. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്, റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പൗലോസ് അപ്പോസ്തലന്റെ സാധാരണമായ ഒരു വന്ദനമാണ്. തന്റെ ലേഖനങ്ങളിലെല്ലാം താൻ ഏതാണ്ട് ഒരേ മാതൃകയിൽ തന്നെയാണ് സഭകൾക്ക് വന്ദനം പറയുന്നത്. ഈ ലേഖനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ലേഖനം എഴുതാൻ താൻ ആരാണ് എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരാം. അതിന്റെ കാരണം, ഈ റോമ സഭ സ്ഥാപിച്ചത് പൗലോസ് അപ്പോസ്തലനല്ല. ഈ സഭയിൽ പോകണമെന്നും റോമയിൽ പോകണമെന്നും ഈ സഭയിലെ അംഗങ്ങളെ കാണണമെന്നും തനിക്ക് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹ നിവൃത്തീകരണത്തിന് വേണ്ടിയുള്ള ഒരു മുന്നോടിയായിട്ട് കൂടിയാണ് താൻ ഈ ലേഖനം എഴുതുന്നത്. റോമിലെ സഭയിലെ ആളുകളെ, വിശ്വാസികളെ, സഹോദരങ്ങളെ തനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള മുന്നോടിയായിട്ടാണ്. അതാണ് ഈ ലേഖനം എഴുതുന്നതിന്റെ ഒരു കാരണം. അപ്പൊ തന്നെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരാള് ഞങ്ങൾക്കൊരു ലേഖനം എഴുതുക, ആധികാരികമായ ഒരു ലേഖനം, ഒരു കത്തെഴുതുകയാണ്. അപ്പൊ ഈ കത്തെഴുതുന്ന ആൾ ആരാണെന്ന് അറിയണ്ടേ? അതിലെ പൗലോസ് അപ്പോസ്തലൻ ആദ്യമായി താൻ ആരാണെന്ന് പരിചയപ്പെടുത്തുകയാണ്. തന്റെ അധികാര പത്രം ആദ്യമായിട്ട് താൻ സമർപ്പിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ തന്റെ അപ്പോസ്തലത്വത്തെ പറ്റി ചോദ്യശരങ്ങൾ നേരിട്ടയാളാണ്. താൻ അപ്പോസ്തലൻ അല്ല എന്ന് പലരും പറഞ്ഞു പരത്തിയ സാഹചര്യത്തിലാണ് കൊരിന്ത്യർക്ക് എഴുതിയ 2ാമത്തെ ലേഖനം തനിക്ക് എഴുതി താൻ അപ്പോസ്തലനാണ്, അതിശ്രേഷ്ഠ അപ്പോസ്തലന്മാരിൽ താൻ ഒട്ടും കുറഞ്ഞവനല്ല എന്ന്, താൻ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടവനാണ് എന്ന് സഭയ്ക്ക് തെളിയിച്ച് എഴുതേണ്ട ഒരു സാഹചര്യം അപ്പോസ്തലൻ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായും അങ്ങനെ ചോദ്യശരങ്ങളൊക്കെ നേരിട്ട അപ്പോസ്തലൻ, കൊരിന്ത്യ സഭ അപ്പോസ്തലൻ സ്ഥാപിച്ചതാണ്. എന്നിട്ട് പോലും തന്റെ അപ്പോസ്തലത്വം താൻ സ്ഥാപിച്ച സഭയുടെ മുമ്പാകെ തനിക്ക് തെളിയിക്കേണ്ടി വരുന്ന സാഹചര്യം. അങ്ങനെയാണെങ്കിൽ താൻ സ്ഥാപിക്കാത്ത റോമിലെ സഭയിലെ ദൈവമക്കൾക്ക് താൻ സുവിശേഷത്തിന്റെ ഒരു വിശദീകരണം കത്ത് എഴുതുമ്പോ താൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണെന്ന് പറയണ്ടേ? അതിനാണ് ആദ്യം അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ യേശുക്രിസ്തുവിന്റെ ദാസനാണ്. യേശുവിന്റെ ദാസനാണ്. യേശുവിന്റെ ദാസനാണെന്ന് പറയുമ്പോ അതിനകത്തൊക്കെ ഒരുപാട് ചിന്തിക്കാനുണ്ട്. നമ്മൾ ഈ സേല എന്ന സങ്കീർത്തന ഭാഗം ഇടയ്ക്ക് വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അവിടെ ഒന്ന് നിൽക്കാന്, ഒന്നും കൂടെ ഒന്ന് വായിച്ചിട്ട് പോകാനാണ്, അല്ലെ? അപ്പൊ അവിടെ എന്തൊക്കെയോ കുറച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് പോകാനുണ്ട്, ഓടിപ്പോകാൻ പറ്റത്തില്ല. അപ്പൊ ദാസനാണെന്ന് പറയുന്ന പൗലോസ് ആരായിരുന്നു എന്നുള്ളതാണ്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, യേശുവുമായി മാനുഷികമായി താരതമ്യം ചെയ്താൽ യേശു പൗലോസിന്റെ മുമ്പിൽ ഒന്നുമല്ല, അല്ലെ? ശതാധിപന്റെ ആ വിശ്വാസ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ഭാഗം നമ്മൾ ചിന്തിച്ചിരുന്നു. യേശുക്രിസ്തു വാസ്തവത്തിൽ റോമ സാമ്രാജ്യത്തിന്റെ കീഴിൽ റോമ അധികാരികൾ പിടിച്ചടക്കിയ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു അധീന പ്രദേശത്തെ ഒരു വ്യക്തി മാത്രമാണ്. യേശുവിന് റോമൻ പൗരത്വമില്ലായിരുന്നു. ഏതാണ്ട് ഒരു അടിമയായി റോമാക്കാർ പരിഗണിക്കുന്ന ഒരു വ്യക്തിത്വം അതിനപ്പുറത്തേക്കില്ല. അടിമകൾക്ക് മാത്രമാണ് റോമാക്കാർ ക്രൂശു മരണം വിധിച്ചിരുന്നത്. യേശുവിന് ക്രൂശു മരണം വിധിച്ചെങ്കിൽ റോമൻ സാമ്രാജ്യം യേശുവിനെ ഏത് തലത്തിലാണ് കണ്ടത്? ഒരു അടിമയുടെ നിലവാരത്തിൽ അപ്പുറത്തേക്ക് യേശുവിനെ കാണാൻ റോമാക്കാർക്ക് കഴിയുമായിരുന്നില്ല. പൗലോസ് ആരായിരുന്നു? റോമൻ പൗരനായിരുന്നു. റോമൻ പൗരത്വം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് വളരെ ശ്രേഷ്ഠതകളുള്ള പദവികളുള്ള ഒരു സ്ഥാനമാണ്. ഒരിക്കൽ പൗലോസിനെ ജയിലിൽ പിടിച്ചിട്ടിട്ട് തിരിച്ചു പോകാനായിട്ട് പറയുമ്പോൾ ഗവർണറോട് അറിയിക്കാനായിട്ട് പൗലോസ് പറയുന്ന ഒരു ഭാഗം നമുക്കറിയാം, അല്ലെ? ഗവർണർ വന്ന് നേരിട്ട് വന്ന് പറഞ്ഞാൽ ഞാൻ പോകാമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അധികാരം എത്ര വലുതാണ്. അതേസമയം യേശുവിനെ ഗവർണർ ചെയ്തത് എന്തായിരുന്നു? പീലാത്തോസ് അവരെ കൊണ്ടുപോയി ക്രൂശിച്ചോളാൻ പറഞ്ഞു. അതാണ് യേശുവിനോടുള്ള രീതിയും പൗലോസിനോടുള്ള രീതിയും. പൗലോസിന്റെ വ്യക്തിത്വമാണ്, പൗലോസിന്റെ പദവിയാണ്. അപ്പൊ ഈ ഗവർണർ അത് ഉള്ളിൽ ഭയപ്പെട്ടിട്ട് പൗലോസിനോട് ചോദിച്ചു, റോമൻ പൗരത്വമുള്ളവരെ വെറുതെ പിടിച്ച് അടിക്കാൻ പറ്റത്തില്ല, ഗവർണർ കുടുങ്ങിപ്പോകും. കാരണം ഒരു പൗരന് നേരെ ചക്രവർത്തിക്ക് കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് പറ്റും, പരാതി കൊടുക്കാനായിട്ട് പറ്റുന്ന പദവിയുള്ള ആളാണ്.
ഒരിക്കൽ പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുകയും ചെയ്തു, ഞാൻ കൈസറെ അഭയം ചൊല്ലുന്നു എന്ന് പറഞ്ഞു. ഗവർണറുടെ കൈയും കാലും വിറയ്ക്കും, കാരണം അതാണ് സ്വാധീനം എന്ന് പറയും. അത്രയും സ്വാധീനമുള്ള പൗലോസിനോട് ഗവർണർ ചോദിച്ചു, നിനക്ക് എങ്ങനെയാ ഈ പൗരത്വം കിട്ടിയത്? ഞാൻ ഒത്തിരി കാശ് മുടക്കിയിട്ട എനിക്ക് ഈ പദവി, ഈ പൗരത്വം കിട്ടിയത്, നിനക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുമ്പോ വളരെ കൂളായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എന്റെ അപ്പൻ റോമൻ പൗരനായിരുന്നു എന്ന്. നീ കാശ് കൊടുത്ത് വാങ്ങിയതായിരിക്കാം, പക്ഷെ പരമ്പരാഗതമായി ഞാൻ ഇവിടെ ഉള്ള ആളാ, എന്നെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ നിനക്ക് അത്രയ്ക്ക് അധികാരമില്ലെന്ന് പറയുന്ന ആ റോമൻ പൗരൻ എന്ന അധികാരം കാണിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ. അദ്ദേഹമാണ് റോമാക്കാർ ഒരു അടിമയെ പോലെ പിടിച്ച് ക്രൂശിച്ച ക്രിസ്തുവിനെ പറ്റി പറയുന്നത്, ഞാൻ യേശു ക്രിസ്തുവിന്റെ ദാസനാണ്. അവിടെയാണ് പൗലോസ് അപ്പോസ്തലന്റെ വെളിപ്പാട് നമ്മൾ തിരിച്ചറിയുന്നത്. പുതിയ നിയമത്തിൽ ഏതാണ്ട് 27 പുസ്തകങ്ങളിൽ 13 പൗലോസിന്റെ പേരിലാണ്. എബ്രായ ലേഖനവും പൗലോസാണ് എഴുതിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആണെങ്കിൽ 14 ലേഖനം, 14 പുസ്തകങ്ങൾ പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ ഭൂരിഭാഗം എഴുതിയത് ആ ഒരൊറ്റ മനുഷ്യനാണ്. അപ്പൊ വെറും അടിമയായി ലോകം കണ്ട ഒരു വ്യക്തിയെ തന്റെ യജമാനനായിട്ട് കാണാൻ കഴിഞ്ഞ പൗലോസിന്റെ വെളിപ്പാടാണ്. ആ വെളിപ്പാടിന്റെ ശ്രേഷ്ഠതയാണ് തന്റെ എഴുത്തുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രിസ്തുവിന്റെ ഒരു സഭയെ സന്ദർശിക്കണമെന്ന് താൻ ആഗ്രഹിക്കുമ്പോൾ, ആ സഭയ്ക്ക് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ വിശദീകരണം കൃത്യമായി കൊടുക്കണമെന്ന് താൻ ആഗ്രഹിക്കുമ്പോൾ, ആ സഭയ്ക്ക് കത്തെഴുതുന്ന കൂട്ടത്തിൽ ആദ്യം താൻ തന്നെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ ഭയപ്പെടണ്ട, എന്റെ പേര് കേട്ടാൽ ചിലപ്പോ നിങ്ങൾക്കൊരു പ്രയാസം തോന്നും. പൗലോസ് എന്ന് പറയുമ്പോൾ ആ പൗലോസ് എന്ന നാമം റോമാക്കാരന്റെ നാമമാണ്, അല്ലെങ്കിൽ അത് ജാതീയ നാമമാണ്, യവനായ നാമമാണ്. എന്തുകൊണ്ട് പിന്നെ അദ്ദേഹം ആ പേര് സ്വീകരിച്ചു? തന്റെ ശുശ്രൂഷ ജാതികൾക്കിടയിലാണ്. താനൊരു തനി യഹൂദനാണ്, ബെന്യാമിൻ ഗോത്രത്തിൽ പിറന്നവനാണ്. യഹൂദ സമൂഹത്തിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന പരീക്ഷന്മാരിൽ മുൻനിരയിൽ നിന്ന വ്യക്തിയാണ്. ഒരുപക്ഷെ ഒരു പരീക്ഷ പ്രമാണിയായി എവിടെ ചെന്നാലും യഹൂദന്മാർക്കിടയിൽ ഒരു കസേരയിട്ട് ഇരിപ്പിടം ലഭിക്കുന്ന പദവിയുള്ള ഒരു മനുഷ്യനായിരുന്നു. ഗമാലിയലിന്റെ പാദപീഠത്തിൽ പഠിച്ചു എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു എന്ന ഖ്യാതിയും അംഗീകാരവും ലഭിക്കുന്നു. അപ്പോൾ ആ പൗലോസ് ഇവിടെ ക്രിസ്തുവിന്റെ മുന്നിൽ, ക്രിസ്തുവിനെ പറ്റി ആളുകൾ ചോദിച്ചാൽ ഇവന് വിദ്യാഭ്യാസം ഉണ്ടോ എന്നാണ്. യേശു പ്രസംഗിച്ചു, ഇവിടെ പഠിച്ചതാ, ഇവൻ തച്ചനല്ലയോ, ഇവൻ തച്ചന്റെ മകനല്ലയോ, ഇവന്റെ അമ്മയും സഹോദരങ്ങളും ഒക്കെ നമ്മുടെ ഇടയിൽ ഇല്ലേ എന്ന് വളരെ നിസ്സാരമായി സമൂഹം ചോദിച്ച് കർത്താവിനെ സ്വന്തം നാട്ടിൽ നിന്ന് പോലും മാറ്റി ഓടിച്ച സ്ഥാനത്ത്, നസറേത്ത്, ഒന്നിനും കൊള്ളാത്ത നസറേത്ത്, ഒരു നന്മയ്ക്കും വകയില്ലാത്ത നസറേത്ത്, ആർക്കും ഒരു അഭിപ്രായമില്ലാത്ത നസറേത്ത്, അധാർമികരുടെയും അനാത്മികരുടെയും അല്ലെങ്കിൽ പിടിച്ചുപറിക്കാരുടെയും അടിച്ചമർത്തലിന്റെയും നാടെന്ന് വിശേഷിപ്പിക്കപ്പെട്ട നസറേത്തിൽ ജീവിച്ച ഒന്നുമല്ലാത്ത ഒരുപക്ഷെ റോമ അടിമയെന്ന് ചിന്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആ വ്യക്തിയെ പറ്റി തർസോസ് എന്ന ഏറ്റവും പ്രസിദ്ധമായ പട്ടണത്തിൽ ജീവിച്ച ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി എന്ന നിലയിൽ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഏറ്റവും അംഗീകാര യോഗ്യനായ റോമൻ പൗരനായ പൗലോസ് പറയുന്നു, ഞാൻ യേശു ക്രിസ്തുവിന്റെ ദാസനാണ്. ആ നസ്രേത്തുകാരന് തന്റെ യജമാനനായിട്ട് അംഗീകരിച്ചുകൊണ്ടാണ് തന്റെ അധികാരപത്രം പൗലോസ് അപ്പോസ്തലൻ സമർപ്പിക്കുന്നത്. സഭയ്ക്ക് കത്തെഴുതുമ്പോ ഇന്ന് സഭയിലെ ആളുകൾ ഒരുപക്ഷെ പുറത്തുള്ള കുറച്ച് പദവികളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ച് കെട്ടുറപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ച് സ്വാധീനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നിയമപരമായ പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ നടക്കുമായിരുന്നു എന്ന് പറയുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സഭയ്ക്കകത്ത് രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരാളുണ്ടെങ്കിൽ അല്പം കൊള്ളാമെന്ന് പറയുന്ന കാലത്ത് നമ്മൾ ജീവിക്കുമ്പോ നല്ല രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരാൾ പറയുന്നു, ഞാൻ യേശു ക്രിസ്തുവിന്റെ ദാസനാണ്. ഇതാണ് ആത്മീക വെളിപ്പാടെന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ ദാസൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ റോമാക്കാർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുകയാണ്. രണ്ടാമത്തത് അപ്പോസ്റ്റൽ ഓഫ് ക്രൈസ്റ്റ്. വിശുദ്ധ രേഖയിൽ തന്നെ പ്രവാചകൻ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദാനം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശു ക്രിസ്തുവിന്റെ ദാസൻ. അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം അല്ലെ, അയക്കപ്പെട്ടവൻ. അപ്പോസ്തലോസ്. മിഷൻ എന്ന വാക്കിന്റെ അർത്ഥം, മിഷണറി എന്ന വാക്കിന്റെയൊക്കെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. ഇതെല്ലാം ഒരേ മൂലപദത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ താൻ രേഖപ്പെടുത്തുകയാണ്, താൻ ഒരു അപ്പോസ്തലനാണ്, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷ്യം വഹിച്ചവനാണ്. ആ തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ, അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ അപ്പോസ്തലന് മാത്രമേ ആധികാരികമായി ഔദ്യോഗികമായി സുവിശേഷവുമായി മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ക്രിസ്തു അപ്പോസ്തലനായി നിയമിച്ച 12 അപ്പോസ്തലന്മാരിൽ താൻ പരിഗണിക്കപ്പെടുന്നവനാണ് എന്ന തിരിച്ചറിവ് നമുക്കറിയാം. യൂദ യേശുവിനെ ഒറ്റുകൊടുത്ത്
12 നിന്ന് മാറിപ്പോയപ്പോ പിന്നെ അവിടെ ആ സ്ഥാനത്ത് മറ്റൊരാൾ വന്നു, അല്ലെ? മത്യാസ്. എല്ലാവരും കൂടെ ചീട്ടിട്ട് ഒരാളെ എടുത്തു. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് നമ്മൾ അധികം ഒന്നും കാണുന്നില്ല. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം അവർക്ക് ഒരുപക്ഷെ തെറ്റിപ്പോയതാകാം. അവിടെ വരേണ്ടിയിരുന്നത് പൗലോസ് ആയിരുന്നു. ഒരുപക്ഷെ അപ്പോസ്തലൻ എന്ന് പറ അതിശ്രേഷ്ഠ അപ്പോസ്തലന്മാരിൽ ഞാൻ ഒട്ടും കുറഞ്ഞവരല്ല, ഞാൻ പുനരുത്ഥാനം ചെയ്ത കർത്താവിനെ കണ്ടവനാണ് എന്ന് ചിലപ്പോൾ ആ അഭിപ്രായം ശരിയായിരിക്കാം. തെറ്റുകളും അബദ്ധങ്ങളും ഒക്കെ ആദിമസഭയ്ക്കും പല നിലകളിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതിലൊരു അബദ്ധമായിരിക്കാം. അവർ ചീട്ടിട്ട് ആളെ തിരഞ്ഞെടുത്തു, പക്ഷെ ദൈവം കണ്ടത് മറ്റൊരാളെ ആയിരുന്നിരിക്കാം, അല്ലായിരിക്കാം. എന്തുമായിക്കോട്ടെ, ആ വേദപുസ്തകം ആ കാര്യത്തിൽ മൗനം പാലിക്കുന്നതുകൊണ്ട് നമുക്ക് അതിനകത്ത് അതും ഇതും പറയേണ്ട കാര്യമില്ലല്ലോ. എങ്കിലും ഒരു കാര്യം നമുക്കറിയാം, 12 അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവരല്ലാത്ത സ്ഥാനം യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ പൗലോസിന് ഉണ്ടായിരുന്നു, അല്ലെ? ഉണ്ടായിരുന്നു. അതിന് യാതൊരു സംശയവും നമുക്കില്ല. കാരണം പുതിയ നിയമം ഇത്ര ശക്തമായി നമ്മുടെ കൈകളിൽ ലഭിക്കാൻ ദൈവം ഉപയോഗിച്ച അതിശക്തനായ മനുഷ്യൻ, ഒരുപക്ഷെ തന്റെ അപ്പോസ്തലന്മാരെക്കാൾ ഉപയോഗിക്കപ്പെട്ട ഒരു മനുഷ്യൻ എന്ന നിലയിൽ പൗലോസ് അപ്പോസ്തലനെ നമുക്ക് ആ അപ്പോസ്തലത്വത്തിൽ കാണാൻ യാതൊരു വിധമായ പ്രയാസവുമില്ല. ചിന്തിക്കണം, താൻ എഴുതിയ ലേഖനങ്ങൾ നമുക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ, ഒന്ന് ഓർത്തു നോക്കിക്കേ, റോമാലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ 1ഉം 2ഉം ലേഖനങ്ങൾ, ഗലാത്യ ലേഖനം, എഫേസ്യ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലമോന്റെ ലേഖനം, 1ഉം 2ഉം തെസ്സലോനിക്ക, 1ഉം 2ഉം തിമോഥെയോസ്, തീത്തോസ്, ഈ ലേഖനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈടുറ്റ ലേഖനങ്ങളാണ്, ഈടുറ്റ ആത്മീയ ഗ്രന്ഥങ്ങളാണ്. ഇത് ലഭിക്കാതെ പോയെങ്കിൽ അതെത്ര വലിയ നഷ്ടമാകുമായിരുന്നു. വളരെ ഉറപ്പോടുകൂടെ അപ്പോസ്തലൻ സാക്ഷ്യപ്പെടുത്തുന്നു, ഞാൻ ക്രിസ്തുവിന്റെ അപ്പോസ്തലനാണ്. അടുത്തത് താഴേക്ക് വായിക്കുമ്പോ സുവിശേഷകൻ എന്ന ഒരു വിശേഷണം താഴെ വായിക്കാം. യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ് റോമയിൽ ദൈവത്തിന് പ്രിയരും ഈ ലേഖനത്തിലുടനീളം, പ്രത്യേകിച്ച് 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, അപ്പോസ്തലൻ പറഞ്ഞ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. I am not ashamed of the gospel of Christ. എനിക്ക് സുവിശേഷം ഒരു ലജ്ജയല്ല, അതെനിക്ക് അഭിമാനമാണെന്ന് പറയുന്ന പൗലോസിൽ ഒരു നല്ല സുവിശേഷകനെ നമുക്ക് കാണാം, നല്ല സുവിശേഷകനെ കാണാം. അതുപോലെ തന്നെ താൻ ജാതികളുടെ അപ്പോസ്തലനാണെന്ന് വളരെ ശക്തമായി ഊന്നി 16:5 ഒന്ന് വായിക്കാമോ? റോമാലേഖനം 16:5. പത്താമത്തെ വാക്യം. പതിനൊന്നാമത്തെ വാക്യം. ഇവിടെ അപ്പോസ്തലൻ വിവിധങ്ങളായ വ്യക്തികളെ പേരെടുത്ത് പറഞ്ഞ് എന്താണ് വന്ദനം അറിയിക്കുകയാണ്. റോമിലെ ഒരു സഭയല്ല. ഈ 5 റോമലേഖനം 16:5, 10, 11, 14 വാക്യങ്ങൾ വായിക്കുമ്പോൾ റോമിൽ പല സഭകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, പല സഭകൾ നമുക്ക് എല്ലാം എന്താണ് വീട്ടിലെ സഭകളാണ്. അപ്പോൾ അവിടെ പല സഭകളുണ്ടായിരുന്നു. ആ സഭകൾക്കെല്ലാം കൂടി ചേർത്താണ് താൻ ലേഖനം എഴുതുന്നത്. മാത്രമല്ല, അവിടെ യഹൂദന്മാരും ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരുമുണ്ട്. യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരുമായ ഒരു മിക്സഡ് ഗ്രൂപ്പാണ് അവിടുത്തെ സഭ എന്ന് പറയുന്നത്. അപ്പോ താൻ വളരെ വ്യക്തമായും രേഖപ്പെടുത്തുകയാണ്. പൗലോസ് എന്ന പേര് ഉപയോഗിക്കുമ്പോൾ തന്നെ താൻ വെളിപ്പെടുത്തുന്നു, താൻ ആർക്കു വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ്? ജാതികൾക്ക് വേണ്ടി, യഹൂദന്മാർക്ക് വേണ്ടി എന്നതിനേക്കാൾ ജാതികൾക്ക് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട അപ്പോസ്തലനാണ് താൻ എന്ന് താൻ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കുകയാണ്. മറ്റ് 11 അപ്പോസ്തലന്മാരും എന്താണ് അവിടെ അപ്പോസ്തലത്വം പലപ്പോഴും യഹൂദ സമൂഹത്തിൽ ഒതുങ്ങി നിന്നപ്പോ മറ്റു സ്ഥലങ്ങളിൽ അവർ പോയില്ലെന്നുള്ളതല്ല, പലപ്പോഴും അവിടെ അവർ പരമാവധി പരിമിതപ്പെടുമ്പോ പൗലോസ് എന്ന വ്യക്തിയെ നമ്മൾ കാണുന്നത് ജാതികൾക്കിടയിലേക്ക് വിശ്രമം കൂടാതെ സുവിശേഷമായിട്ട് പോകുന്ന അപ്പോസ്തലനായിട്ടാണ്. അതുകൊണ്ടാണ് അതിശ്രേഷ്ഠ അപ്പോസ്തലന്മാരെ ഞാൻ ഒട്ടും കുറഞ്ഞവനല്ലെന്ന് പറയാൻ കാരണം അത് അഹങ്കാരമല്ല, മറിച്ച് ദൈവത്തിന്റെ തിരുഹൃദയത്തിന്റെ പദ്ധതിയായിരുന്നു ജാതികളും ഈ സുവിശേഷത്തിന്റെ മഹത്വം അറിയണം.
ജാതികളും ഈ സുവിശേഷത്തിന്റെ ശക്തി അറിയണം. അവരും നിത്യജീവന്റെ പങ്കാളികളായി തീരണം. അതിനുവേണ്ടി മറ്റു പലരും ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹിച്ചിട്ട് പോലും മറ്റു പലരും യഹൂദ സമൂഹത്തിനുള്ളിലേക്ക് തന്നെ ഒതുങ്ങിപ്പോയപ്പോ ജാതികൾക്ക് വേണ്ടി സുവിശേഷം പറയാൻ ക്രിസ്തുവിന്റെ നാമനിമിത്തം യഹൂദ സമൂഹം വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന, കല്ലേറ് സഹിക്കാൻ തയ്യാറാകുന്ന, ഒരുപക്ഷെ ജാതികളുടെ മുമ്പിൽ നിന്ദ്യനും അവഹേളിക്കപ്പെട്ടവരുമായി ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി നിൽക്കാൻ താൻ തയ്യാറായതുകൊണ്ട് സ്വയം അഭിമാനത്തോടുകൂടി താൻ പറയുന്നു, ക്രിസ്തുവിന്റെ അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ അഭിമാനിക്കുന്നു, ക്രിസ്തുവിന്റെ ദാസൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ അഭിമാനിക്കുന്നു. ഇപ്പൊ ഇന്നത്തെ സഭയിലെ രാഷ്ട്രീയമൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, പൗലോസ് അപ്പോസ്തലൻ ഒരു അപ്പോസ്തലത്വത്തിനു വേണ്ടി ഇന്നത്തെ പോലെയൊക്കെ ശ്രമം നടത്തിയിരുന്നോ? ഒരു പദവിക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ പൗലോസ് അപ്പോസ്തലൻ കടിപിടി കൂടിയതിന്റെ പരിണിത ഫലമാണോ എഴുതി വച്ചിരിക്കുന്നത്? തന്നെത്താനങ്ങ് പറയുക ഞാൻ അപ്പോസ്തലനാണ്, തന്നെത്താനങ്ങ് പറയുക ഞാൻ സുവിശേഷകനാണ്. അത് എന്തെങ്കിലും അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നോ? ഓർക്കണം, സഭാംഗങ്ങൾ ഏതാണ്ട് 10,000 പേരിലേക്ക് വളർന്നപ്പോ അധികാരപത്രവും വാങ്ങി പോയ ആളാ. ഞാൻ ഒരു മനുഷ്യൻ മതി യുവമാരെ എല്ലാം തീർക്കാൻ. അതായിരുന്നു അപ്പോസ്തലന്റെ അധികാരം. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഈ സഭയ്ക്കകത്ത് വന്ന് ഒരു വീട്ടിൽ കൂടുന്ന 10 പേരുടെ അധ്യക്ഷനായിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ലോകപ്രകാരം താൻ പദവിക്ക് വേണ്ടിയാണ് ചിന്തിച്ചതെങ്കിൽ അതിന്റെ ആവശ്യം പൗലോസ് എന്ന് പറയുന്ന വ്യക്തിക്കില്ല. അദ്ദേഹത്തിന്റെ റോമൻ പൗരത്വം അത്രയും വലുതായിരുന്നു, തന്റെ ആത്മീക പാരമ്പര്യം അത്രയും വലുതായിരുന്നു. യഹൂദ സമൂഹത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞില്ലേ, ഗമാലിയൽ എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ കണ്ടത് അവരുടെ യൂണിവേഴ്സിറ്റി ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ആയിട്ടാണ്. അപ്പൊ അത്രയും ഗമാലിയൽ മരിച്ചപ്പോൾ ന്യായപ്രമാണം മരിച്ചു എന്നാണ് യഹൂദന്മാർ പറഞ്ഞത്. അത്രമേൽ പ്രാധാന്യത്തോടെ കണ്ട വ്യക്തിത്വമായിരുന്നു ഗമാലിയൽ. അദ്ദേഹത്തിന്റെ കീഴിലൊക്കെ ഇരുന്ന് പഠിച്ച ഒരാളെ യഹൂദന്മാർ കണ്ട വിടത്തില്ല. വലിയ നല്ലൊരു കസേര ഇട്ട് അദ്ദേഹത്തിന്റെ പഠനം കേൾക്കാനിരിക്കും. അതേനയിൽ പോയില്ലേ, അരയോപക കുന്നിൽ പോയപ്പോ പൗലോസിനെ കേൾക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു. വെറുതെ പോയി നിന്നാൽ മതി, നമ്മൾ പരസ്യത്തിന് പ്രസംഗിക്കാൻ നിൽക്കുന്ന പോലെയൊന്നും അല്ല. പൗലോസ് അപ്പോസ്തലൻ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കേൾക്കാൻ ആളുണ്ടാവും. കാരണം അത്രയും അറിവുള്ളവനാണ്. തർസോസിനെ വളർന്നതാണ്. തർസോസ് എന്ന് പറയുന്ന പട്ടണത്തിന് തന്നെ ഒരു പ്രത്യേക പ്രിവിലേജ് റോമ ഗവൺമെന്റ് കൊടുത്തിരുന്നു. ആ പട്ടണത്തിലുള്ളവരെല്ലാം മിക്കവാറും പൗരന്മാരായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ട് പല തരത്തിലുള്ള പ്രിവിലേജസ് ഉള്ള ഒരു വ്യക്തിക്ക്, പൗലോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് സഭയ്ക്കകത്ത് വന്നൊരു അധികാരത്തിന് വേണ്ടി കടിപിടി കൂടേണ്ട ആവശ്യമില്ല. ഞാൻ അപ്പോസ്തലന്മാരിൽ ഒരാളാണ്, ഞാൻ അതിശ്രേഷ്ഠ അപ്പോസ്തലന്മാർ ഒട്ടും കുറഞ്ഞവനല്ലെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ താൻ പേരുകൊണ്ട് ഉയരാനല്ല ആഗ്രഹിക്കുന്നത്, താൻ പേരുകൊണ്ട് താഴാനാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാ? യേശുവിന്റെ അപ്പോസ്തലന്മാരെല്ലാം ഒരു തരം ആയിരുന്നു, അല്ലെ? വലിയ നിലവാരമൊന്നും ഉള്ളവരായിരുന്നില്ല. സമൂഹം കളിയാക്കുന്നവരും പരിഹസിക്കുന്ന, സാക്ഷാൽ യേശുവിനെ പോലും സമൂഹം കളിയാക്കി. ഇവൻ തച്ചന്റെ മകനല്ലേ? അപ്പോൾ പിന്നെ ആ യേശുവിന്റെ ശിഷ്യന്മാരെ എത്രത്തോളം കളിയാക്കാതിരിക്കും? പൗലോസ് അപ്പോസ്തലൻ ജാതീയമായ എല്ലാ പ്രിവിലേജുകളും വിട്ടിട്ട്, എല്ലാ പദവികളെയും വിട്ടിട്ട്, റോമൻ കൈസർക്ക് അഭയം ചെല്ലാൻ കഴിയുന്ന അധികാരം വിട്ടിട്ട്, റോമൻ ഗവർണറോട് ചോദ്യം ചെയ്യാൻ പറ്റുന്ന അധികാരം വിട്ടിട്ട് ക്രിസ്തുവിന്റെ ദാസനായി മാറാൻ, ക്രിസ്തുവിന്റെ അപ്പോസ്തലനായി മാറാൻ തന്നെ വിധേയപ്പെടുത്തുകയായിരുന്നു. സ്വയം പൊങ്ങുകയല്ലായിരുന്നു, സ്വയം തന്നെ ഉയർത്തുകയല്ലായിരുന്നു. ഭൗമികമായ എന്റെ എല്ലാ പദവികളെക്കാളും ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരോടൊപ്പം അവന്റെ അപ്പോസ്തലൻ എന്ന് പറയാൻ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ് സ്വയം താഴുന്ന അപ്പോസ്തലനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വയം താഴുക എന്ന് പറയുമ്പോൾ ഇതിന് 2 അർത്ഥത്തിൽ വേണം അതിനെ കാണാൻ. ഭൗമികമായി നമ്മൾ അതിനെ രാഷ്ട്രീയമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനെങ്ങനെ മനസ്സിലാക്കണം? പൗലോസ് ഉയരുകയല്ലായിരുന്നു, താഴുകയായിരുന്നു. അതേസമയം പൗലോസിന് വില കൽപ്പിച്ചില്ലേ എന്ന് ചോദിച്ചാൽ അതെ, ലോകപ്രകാരം ഒരു സ്ഥാനത്തിരിക്കുന്നതിനേക്കാളും ക്രിസ്തുവിന്റെ അപ്പോസ്തലൻ എന്ന് പറയുന്നതിനകത്ത് താൻ അഭിമാനം കൊണ്ടത്. അപ്പോൾ ആ ഒരു ബോധ്യത്തോടു കൂടി പൗലോസ് അപ്പോസ്തലന്റെ എഴുത്തുകളെ വായിക്കാൻ താൻ തന്റെ വായനക്കാരെ താൻ പ്രചോദിപ്പിക്കുകയാണ്. 2ാമത്തെ ഭാഗം എന്ന് പറയുന്നത് അപ്പോസ്തലൻ തന്റെ താല്പര്യം അറിയിക്കുന്നു. 8ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ആ സഭയോടുള്ള തന്റെ ബന്ധം എന്താണെന്ന് താൻ പറയുക. ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ നിങ്ങൾ നിമിത്തം
സ്തോത്രം ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ എനിക്ക് ആത്മീകമായിട്ട് അറിയാം, എനിക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്. അവിടെ പോകണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഈ കത്ത് എഴുതുന്നത്. 9-10 വാക്യം ഒന്ന് വായിക്കാമോ? ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് Yes. ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. യെസ്, ഞാൻ നിങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു എന്ന് മാത്രമല്ല, ഞാൻ നിങ്ങളെ ഓർക്കുന്നു, ഞാൻ നിങ്ങളെ എപ്പോഴും ഓർക്കുന്നു. അതിനപ്പുറത്തേക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു സഭ റോമയിലുണ്ട്. എനിക്ക് റോമിലൊന്ന് വരണം, റോം സന്ദർശിക്കണമെന്നത് എന്റെ അതിയായ ആഗ്രഹമാണ്. ഞാൻ അങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നു. നിങ്ങൾ അവിടെ ഉള്ളത് എനിക്ക് അഭിമാനമാണ്. നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു, നിങ്ങളെ ഞാൻ ഓർക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്തത് 11-12 വാക്യങ്ങൾ. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോട് എനിക്കും ആശ്വാസം ലഭിക്കേണ്ടത് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. യെസ്, ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. അടുത്ത വാക്യം ചേർത്ത് വായിക്കും. സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടത് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചുവെങ്കിലും ഇതുവരെ മുടക്കമൊന്നെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകും. യെസ്, അടുത്ത ചിന്ത 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് പൗലോസ് അവരെ സ്നേഹിച്ചു എന്നുള്ളതാണ് രേഖപ്പെടുത്തുന്നത്. അവരെ തനിക്ക് അത്രമാത്രം പ്രിയമാണ്, അവരെ താൻ സ്നേഹിക്കുന്നു, അതുകൊണ്ട് അവരെ കാണാൻ വാഞ്ചിക്കുന്നു. അടുത്തത് പൗലോസ് അവർക്ക് കടക്കാരനാണെന്നാണ് നമ്മൾ അവസാനം വായിച്ചത്. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാണ്, ഞാൻ കടക്കാരനാണ്. 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. He was willing to meet them. അവരെ ഒന്ന് മീറ്റ് ചെയ്യാൻ, അവരെ ഒന്ന് സന്ദർശിക്കാൻ താൻ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുകയായിരുന്നു. അവരെ സന്ദർശിക്കാൻ ആഗ്രഹിച്ചത് അവരെ സ്നേഹിക്കുന്നവനാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ്, അവരെ എപ്പോഴും ഓർക്കുന്നവനാണ്, അവരെ കുറിച്ച് ദൈവത്തിന് നന്ദി പറയുന്നവനാണ്. പൗലോസ് ആദ്യമായിട്ട് ഈ പരിചയപ്പെടുത്തലൊക്കെ നടത്തുകയാണ്. റോമാലേഖനം എഴുതുന്നതിന് മുൻപ്, റോമർക്ക് ലേഖനം എഴുതുന്നതിന് മുൻപ് താന് അവരോടുള്ള തന്റെ ബന്ധം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ ഒരുപക്ഷെ ഏതാണ്ട് അവരുടെ പാസ്റ്ററെ പോലെ ഒരു ബന്ധം താൻ സ്ഥാപിച്ചെടുത്തു. എഴുതുന്നതിന് മുൻപ് ഒരു ബന്ധം താൻ തന്റെ എഴുത്തുകൾ ആദ്യത്തെ വാക്കുകളിൽ എത്രത്തോളം താൻ ആ റോമാ സഭയുമായി ബന്ധപ്പെട്ട്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നമ്മുടെ മറ്റൊരു സഭയെ, ലോകത്തിന്റെ മറ്റേതെങ്കിലും ഒരു കോണിലിരിക്കുന്ന ഒരു ക്രിസ്തുവിന്റെ സഭയെ നമുക്ക് തമ്മിൽ അറിയത്തില്ലെങ്കിലും ഇതാണ് ബന്ധം. പൗലോസ് അപ്പോസ്തലൻ ഇതാണ് ബന്ധം. താന് ആ സഭയെ അറിയത്തില്ല. റോമിൽ പോകണമെന്ന് തനിക്ക് ആഗ്രഹം മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട, ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ട, ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് ദൈവം വിലയ്ക്ക് വാങ്ങിയ ദൈവസഭയിലെ അംഗങ്ങൾ ലോകത്തിന്റെ ഏത് കോണുകളിൽ ചിതറിക്കപ്പെട്ടാലും അവർ തമ്മിലുള്ള ബന്ധം ഇതാണ് ബന്ധം. ഈ ഭൂമിയിലെ ജഡസംബന്ധമായ രക്തബന്ധത്തെക്കാൾ ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ബന്ധം ഈ ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് താൻ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് കടക്കാരനാണ്. He was obligated. കടക്കാരൻ, ബാധ്യതയുണ്ട്. എന്താ ഈ ബാധ്യത? സുവിശേഷകരെല്ലാം കടക്കാരൻ, ഞാനും നിങ്ങളും എല്ലാം കടക്കാരൻ. ആർക്ക് കടക്കാരാ നമ്മൾ? യെസ്, നമ്മൾ മൂലം ആരുടെ മുമ്പിലേക്ക് ആർക്കൊക്കെയാണോ സുവിശേഷം പങ്കുവെക്കാത്തത്, ഇന്ന് വരെ നമുക്കൊരാളോട് സുവിശേഷം പങ്കുവെക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ വ്യക്തിക്ക് നമ്മൾ കടക്കാരനാണ്. എന്താ കാര്യം? അതെങ്ങനെ കടക്കാരനാകുന്നത്? അവരെ അറിയിക്കാനുള്ളത് നമ്മുടെ കൈ തന്നിരിക്കുക. അവരെ നരകത്തിൽ നിന്ന് സ്വർഗത്തിൽ കൊണ്ടെത്തിക്കേണ്ട സന്ദേശം നമ്മുടെ കൈ തന്നിരിക്കുക. ഒരു വ്യക്തിയെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതിന്റെ താക്കോല് സുവിശേഷമാണ്. സുവിശേഷം കൊണ്ട് വ്യക്തികളുടെ ഹൃദയങ്ങൾ തുറക്കണം. ആ താക്കോല് നമ്മുടെ കൈ തന്നിരിക്കുക. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. പത്രോസ് അടക്കമുള്ള സകല അപ്പോസ്തലന്മാർക്കും ദൈവമക്കളുടെ കൈകളിലും അത് കൊടുത്തിരിക്കുക. നിങ്ങൾ ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു. നിങ്ങളുടെ ആരുടെ പാപങ്ങൾ മോചിക്കുന്നു അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഇത് ഈ മറ്റ് സഭകളുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് പറയാറുണ്ട്. ഇതിനകത്തൊക്കെ അന്ന് ഈ വ്യാഖ്യാന പ്രശ്നം കൊണ്ട് ഒരുപാട് ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. എടുത്തു ചാടി വ്യാഖ്യാനിച്ചതൊക്കെ കൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഈ നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നു അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരാളോട് സുവിശേഷം പങ്കുവെച്ച്
യേശുവിനെ കർത്താവും രക്ഷകനും ദൈവവുമായി ബ്രദറെ, സഹോദരി, കുഞ്ഞെ നിങ്ങൾ അംഗീകരിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും, നിങ്ങൾ നിത്യജീവൻ നിങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞ ആ വാക്കിൽ അവൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ അന്തം വെട്ടിങ്ങനെ നിൽക്കുക. അടുത്തിനി എന്താ സ്റ്റെപ്പ് എന്താണെന്നുള്ളത്, ഞാൻ അങ്ങ് പോയോ ഇല്ലയോ എന്നുള്ളതാണ്. ഉറപ്പിച്ച് പറയണം, നീ ദൈവരാജ്യത്തിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു. വിശ്വസിച്ച് സുവിശേഷത്തിന്റെ മുമ്പിൽ ഒരു വ്യക്തി വിശ്വസിച്ച് കർത്താവിനെ ഏറ്റു പറഞ്ഞാൽ അവരെ അംഗീകരിക്കേണ്ട ബാധ്യത ആ ആത്മിക പിതാവ് എന്നുള്ള നിലയിൽ ആ വ്യക്തിക്കുണ്ട്. അവരോട് പറയണം, നിങ്ങൾ ദൈവരാജ്യത്തിൽ ക്രിസ്തുവിന്റെ സഭയിൽ നിങ്ങൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടവരെ എന്ത് ചെയ്തു? കർത്താവ് ദിനംതോറും സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. സ്നാനപ്പെടുന്നത് യേശുവിനോട് ചേരാൻ വേണ്ടിയാണ്. അതൊരു കർമ്മമായി കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. കർത്താവിനോട് നാം പറഞ്ഞ ആ തീരുമാനത്തെ നമ്മൾ പബ്ലിക്കായിട്ട് നമ്മളത് സാക്ഷീകരിക്കുന്നു, പരസ്യമായിട്ട് നമ്മളത് പ്രഖ്യാപിക്കുന്ന ഒരു കർമ്മമാണ് സ്നാനം. എന്നാൽ രക്ഷിക്കപ്പെടുക വിശ്വാസത്താലാണ് ഒരു വ്യക്തി ക്രിസ്തുവിലേക്ക് എത്തുന്നത്. അപ്പൊ ഒരു വ്യക്തി നമ്മുടെ സുവിശേഷം കേട്ട് കർത്താവിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇനി എന്താ അടുത്തത് നോക്കി നിൽക്കുന്നതിന് മുൻപ് അവനോട് പറയണം, അവന്റെ സമർപ്പണം കൃത്യമാണ്, ശരിയായതാണെന്ന് നമുക്ക് ബോധ്യം വരുന്ന സമയം അവനോട് പറയണം, നിന്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ പാപം നിർത്തിയിരിക്കുന്നു, നീ നിത്യതയിലേക്ക് നിത്യജീവനിലേക്ക് നീ എത്തപ്പെട്ടിരിക്കുന്നു, നിന്റെ കർത്താവ് സഭയുടെ അംഗമായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള അധികാരം സുവിശേഷകന്, ആത്മീക പിതാവ് എന്ന നിലയിൽ ദൈവം നൽകിയിരിക്കുന്നു. നിങ്ങൾ ആരുടെ പാപങ്ങൾ നിർത്തിയിരിക്കുന്നു, അവർക്ക് നിർത്തപ്പെട്ടിരിക്കുന്നു. ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? സുവിശേഷം പങ്കുവെക്കുമ്പോഴാണ്. പങ്കുവെക്കാതെ ചുമ്മാ ചെന്നൊരിടത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല. സുവിശേഷമാണ് ശക്തി. ക്രിസ്തുവിനെയാണ് പങ്കുവെക്കുന്നത്. ക്രിസ്തുവിലൂടെ ഈ സുവിശേഷം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ കൊടുത്തിട്ട് അവൻ അംഗീകരിക്കുമ്പോഴാണ് ഈ പ്രഖ്യാപനം നമ്മൾ നടത്തുന്നത്. അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ കടക്കാരനാണെന്ന് പറഞ്ഞാൽ പലരോടും എനിക്ക് സത്യം പങ്കുവെക്കാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ പങ്കുവെക്കേണ്ടവരോട് എനിക്ക് പങ്കുവെക്കാൻ കഴിഞ്ഞിട്ടില്ല. ആരോടൊക്കെയാണോ ഈ സുവിശേഷം പങ്കുവെക്കാൻ ഇനിയും ശേഷിക്കുന്നത് ആ വ്യക്തികൾക്കെല്ലാം ഞാൻ കടക്കാരനാണ്. ഇതിനെ എങ്ങനെയാ അല്പം കൂടി ഗൗരവത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരാള് നമ്മുടെ കയ്യിൽ 1,00,000 രൂപ തന്നു. നമ്മൾ അറിയുന്ന അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ, നമ്മുടെ കയ്യിൽ 1,00,000 രൂപ തന്നു. അത് കൊടുക്കാതെ നമ്മൾ കയ്യിൽ വെച്ചിരിക്കുമ്പോൾ നമ്മൾ ആർക്ക് കടക്കാരനാവുന്നു? ആ വ്യക്തിക്ക്. അദ്ദേഹത്തിന് എന്തൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ചോദിച്ചതാണ്. അദ്ദേഹം ചോദിച്ചതിന് നമ്മുടെ കയ്യിൽ തന്നു. കൈമാറേണ്ട ബാധ്യത നമുക്കാണ്. അത് നമ്മളിങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ ആ നടക്കുന്ന അത്രയും സമയങ്ങൾ നമ്മൾ ആ വ്യക്തിക്ക് കടക്കാരനാണ്. ഇത് അപ്പോസ്തലൻ പറയുന്നത്, സുവിശേഷം എന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം. അതുകൊണ്ടാണ് താൻ പറഞ്ഞത്, എനിക്ക് മരിക്കുന്നതാണോ ജീവിക്കുന്നതാണോ ലാഭമെന്ന് അറിയത്തില്ല. മരിക്കുന്ന ലാഭമാണ്, അത് ഉറപ്പാണ്. പക്ഷെ ഞാൻ ജീവിക്കണോ മരിക്കണോ എന്ന് എനിക്കറിയത്തില്ല. ജീവിച്ചിരിക്കുന്നത് കൊണ്ട് കുറെ പേരെ കൂടെ അല്ലെങ്കിൽ എന്നിലെ കടബാധ്യത തീർക്കാനത് കാരണമാകുമെങ്കിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാകണം ഒരു പുതിയ നിയമ ഭക്തൻ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം. 10 പേരെ കൂടെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ, 10 പേരെ കൂടെ ആ നിത്യത്തിലേക്ക് ദൈവഭവനത്തിലേക്ക് ചേർക്കാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചാൽ, അവിടെയാണ് ഈ ആത്മിക സന്തതിക്കാണ് വാസ്തവത്തിൽ പുതിയ നിയമത്തിൽ പ്രാധാന്യം. പുതിയ നിയമത്തിൽ പ്രാധാന്യം എന്ന് പറയുന്നത് ആത്മിക സന്തതികൾക്കാണ്. പൗലോസ് അപ്പോസ്തലനെയും പത്രോസ് അപ്പോസ്തലനെയും അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ മിക്കവാറും അപ്പോസ്തലന്മാരെ എടുത്തു നോക്കിക്കേ, അവിടെ ഈ ജഡസന്താനങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. അവിടെ തിമോഥെയോസും തീത്തോസും ഒക്കെയാണ് സൂപ്പർ സ്റ്റാറുകളായിട്ട് നിൽക്കുന്നത്. ആരാ? ആത്മിക സന്താനങ്ങളാണ്. അപ്പൊ പുതിയ നിയമ സഭയെ ആത്മിക വീക്ഷണത്തിൽ ചിന്തിക്കുമ്പോൾ ജഡസന്തതികൾക്കല്ല, ഒരു പുതിയ നിയമ ഭക്തൻ എത്ര പേരെ ക്രിസ്തുവിന് വേണ്ടി നേടി, എത്ര പേർക്ക് അവർ ആത്മിക പിതാവും മാതാവുമായി മാറി എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ആത്മിക കാഴ്ചപ്പാടിലേക്കും തിരിച്ചറിവിലേക്കും നമ്മൾ വരുമ്പോൾ ഭൗമികമായ സാഹചര്യങ്ങൾ നമ്മൾ ദുഃഖിക്കുന്ന ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറി കിട്ടും. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ കടക്കാരനാണ്. അത് കഴിഞ്ഞിട്ട് തന്റെ ആത്മവിശ്വാസം തന്നെ ഉറപ്പിക്കുകയാണ്. 16-17 വാക്യം. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഐ ആം നോട്ട് അഷെയിംഡ്. ഞാൻ ലജ്ജിക്കുന്നില്ല. എന്താ ലജ്ജിക്കേണ്ട കാരണം? എന്താ ലജ്ജിക്കാൻ വേണ്ടി മാത്രം സുവിശേഷത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ലജ്ജിക്കാനേ ഉള്ളൂ, അല്ലേ? അന്നത്തെ കാലത്ത് സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ലജ്ജിക്കാനേ ഉള്ളൂ. മരിക്കാനുള്ള കാരണമാണ് വാസ്തവത്തിൽ സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്നത്.
ഒന്നാം നൂറ്റാണ്ടിൽ വ്യക്തികൾ രക്ഷിക്കപ്പെടുമ്പോൾ അവർ മരിക്കാൻ തയ്യാറാകുന്നു എന്നാണ് ഒരു പണ്ഡിതൻ പറഞ്ഞത്. മരിക്കാൻ തയ്യാറാകുന്നു. അതിന്റെ കാരണം എന്താ? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, റോമൻ ചക്രവർത്തിയെ മാത്രമാണ് സേവിയർ എന്ന് വിളിക്കാൻ പാടുള്ളൂ. രക്ഷകൻ, ജനങ്ങളുടെ രക്ഷകന്മാർ ചക്രവർത്തിമാരാണ്, ഗവർണർമാരാണ്. അതിൽ കുറഞ്ഞ ഒരാൾക്കും രക്ഷകൻ എന്നുള്ള പേര് സ്വീകരിക്കാൻ അർഹതയില്ല. അതുപോലെ ദൈവപുത്രൻ എന്ന വിശേഷണം ചക്രവർത്തിക്ക് അന്ന് നൽകിയിരുന്നു. ചക്രവർത്തിമാർ സൺ ഓഫ് ഗോഡ് എന്നറിയപ്പെട്ടിരുന്നു. ചക്രവർത്തിക്ക് മാത്രം കൊടുക്കേണ്ട വിശേഷണമാണ്. മറ്റൊന്ന് കർത്താവ്, ലോർഡ്. സീസർ ഈസ് ദ ലോർഡ്. സീസറാണ്, കൈസറാണ് കർത്താവ് എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ആ ഒരു കാലഘട്ടത്തിലാണ്. ഇന്ന് നമ്മൾ സുവിശേഷം പ്രസംഗിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കുന്നില്ല. അന്ന് ചക്രവർത്തിക്ക് ചാർത്തിയിരുന്ന ഈ പ്രധാനപ്പെട്ട 3 വിശേഷണങ്ങളും ചക്രവർത്തി ഒരുപക്ഷെ അടിമയെ പോലെ കണ്ട ക്രിസ്തുവിന് ധൈര്യത്തോടു കൂടി ചാർത്തി കൊടുത്തിട്ട് അവർ പരസ്യമായി നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, യേശു രക്ഷകൻ, യേശു സർവ്വലോക രക്ഷകൻ, യേശു സകലരുടെയും കർത്താവ്, യേശു ദൈവപുത്രൻ എന്ന് പരസ്യമായി സാക്ഷ്യം പറയുമ്പോ ഈ സാക്ഷ്യവാചകങ്ങൾ ആരുടെ ചെവിയിലെത്തുന്നു? ചക്രവർത്തിയുടെ ചെവിയിലെത്തുമ്പോൾ പിന്നെ ഈ സാക്ഷ്യം പറഞ്ഞ വ്യക്തി ജീവിച്ചിരിക്കാൻ അർഹതയുള്ളവരല്ലാത്തവരായി മാറുകയാണ്. അതാ അപ്പോസ്തലൻ പറഞ്ഞ, എനിക്ക് ലജ്ജയില്ല, എനിക്ക് ഭയമില്ല, ഞാൻ ആരെ ഭയപ്പെടും? അല്ലേ? എനിക്ക് മരണത്തെ പറ്റി ഭയമില്ല. ഒന്നിനും എന്നെ ക്രിസ്തുവിൽ നിന്ന് വേർതിരിക്കാൻ കഴിയത്തില്ല. പട്ടിണിക്കോ ആപത്തിനോ വാളോ നഗ്നതയ്ക്കോ ഒന്നിനും എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ലെന്ന് പറയുമ്പോ തിരിച്ചറിയേണ്ടത് എത്രമാത്രം അപ്പോസ്തലൻ സുവിശേഷത്തെ ഗ്രഹിച്ചു എന്നുള്ളതാണ്. നമ്മളും ചിന്തിക്കാൻ പോവുകയാണ്. പൗലോസ് അപ്പോസ്തലൻ സുവിശേഷത്തെ ഗ്രഹിച്ച ആ മർമ്മത്തിന്റെ അടിത്തറയിൽ നിന്ന് അതിന്റെ വിശദീകരണത്തിലേക്ക് നമ്മളും യാത്ര ചെയ്യാൻ പോവുകയാണ്. പൗലോസ് മനസ്സിലാക്കിയ ആ സുവിശേഷത്തിന്റെ ആ ഗഹനമായ യാഥാർത്ഥ്യങ്ങളിലേക്ക്, ആ വിശദീകരണത്തിലേക്ക് നമ്മളും പൗലോസിനോടൊപ്പം യാത്ര ചെയ്യാൻ പോവുകയാണ്. ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത് പുതിയ നിയമ സഭ എന്ന് പറയുന്നെങ്കിലും റോമാലേഖനം കിട്ടാത്ത സഭ ഒരു സഭയല്ലെന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ അത്രയും ഗഹനമാണ്, അത്രയും പ്രാധാന്യമുള്ള ഈടുറ്റ ചിന്തകൾ ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൽ നമുക്കുണ്ടെന്നും നമുക്ക് എന്തുണ്ടെന്നും ക്രിസ്തുവിൽ നമ്മൾ ആരാണെന്നും ക്രിസ്തുവിൽ നമ്മുടെ പദവി എന്താണെന്നും ക്രിസ്തുവിൽ നമ്മുടെ ശ്രേഷ്ഠത എന്താണെന്നും സുവിശേഷത്തിന്റെ മഹത്വം എത്ര വലുതാണെന്നും സുവിശേഷം അംഗീകരിച്ചവൻ ദൈവത്തിന് ആരാണെന്നും അവൻ ദൈവഭവനത്തിൽ അവന്റെ സ്ഥാനം എന്താണെന്നും ഉറപ്പിച്ചു പ്രഖ്യാപിക്കുന്ന ഈ ലോകത്തിൽ ഒരു ഭക്തൻ മരണത്തെ പോലും ഭയപ്പെടാതെ സധൈര്യം ഏത് ഭരണാധിപന്റെ മുന്നിലും ചങ്കൂറ്റത്തോടെ ക്രിസ്തുവിനെ വിളിച്ചു പറയാൻ പ്രാപ്തമാക്കുന്ന സുവിശേഷത്തെ പറ്റി അപ്പോസ്തലൻ പറയുന്നത്, എനിക്ക് സുവിശേഷത്തെ പറ്റി ലജ്ജയില്ല, എവിടെ നിന്നും അത് വിളിച്ചു പറയാൻ ഞാൻ പ്രാപ്തനാണ്. സുവിശേഷത്തെ കുറിച്ചുള്ള ബോധ്യമാണ്, ആ തിരിച്ചറിവാണ് താൻ പങ്കുവെക്കുന്നത്. ക്രൂശിനെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഏറ്റവും നികൃഷ്ടനായ വ്യക്തിയായിരുന്നു ക്രൂശിൽ തറച്ചിരുന്നത്. അടിമകളെയാണ് ഒന്നാമത്തെ കാര്യം. 2, ഏറ്റവും നികൃഷ്ടരായ വ്യക്തികളെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഗോവിന്ദചാമി എന്നും അമീറുൽ ഇസ്ലാം എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? അവരെ കോടതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തുകാരാണെങ്കിലും ചിലപ്പോ പ്രയാസമുണ്ട്, അല്ലെ? അത്രയും ദുഷ്ടത പ്രവർത്തിച്ച ആളുകൾ, അത്രയും തീവ്രവാദികൾ, ജനദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ. ഈ കഴിഞ്ഞിടയ്ക്ക് 5 വിദ്യാർത്ഥികൾ ചേർന്ന ഒരു സഹവിദ്യാർത്ഥിയെ റാഗ് ചെയ്തു, പീഡിപ്പിച്ചു. അപ്പൊ നമ്മൾ എന്താ അത് കാണും? അതിനകത്തൊരു പെന്തക്കോസ്തുകാരുണ്ടെന്ന് പറയപ്പെടും. പെന്തക്കോസ്തുകാരനാണെങ്കിൽ പോലും ചിലപ്പോ ക്ഷമിക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നും. അത്രയും ക്രൂരതയാണ്. അപ്പോ അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നവരോട് ക്ഷമിക്കാൻ തോന്നത്തില്ല. ക്രൂശിക്കപ്പെടുന്ന വ്യക്തികളെ, ക്രൂശിൽ തറയ്ക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തിയെ നോക്കിക്കൊണ്ട് അതിന്റെ സമീപത്ത് കൂടെ ഒരാൾ, നല്ല മനുഷ്യൻ പോകുമെന്ന് വിചാരിക്കുക, അവനോട് കാർപ്പിച്ച് തുപ്പിയിട്ടേ പോകത്തുള്ളൂ. പക്ഷെ അവന് തോന്നത്തില്ല, ആ കരുണ തോന്നത്തില്ല. അത്രയും നികൃഷ്ട ജന്മങ്ങളെ മാത്രമേ ക്രൂശിക്കുമായിരുന്നുള്ളൂ. അവിടെയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. 2 കള്ളന്മാരുടെ മധ്യത്തിൽ എന്ന് പറയുന്ന ഒന്ന് ഉറപ്പിക്കുക. നികൃഷ്ടന്മാരുടെ ഒപ്പം, കണ്ടാൽ ആളല്ല എന്ന് തോന്നത്തക്ക വിധം, കണ്ടാൽ ഒരു മനുഷ്യന് കരുണ തോന്നാത്ത വിധം പരസ്യമായി റോമാ ഗവൺമെന്റ് ശിക്ഷ സ്വന്തം ശരീരത്തിൽ വരിച്ചു കിടക്കുന്നവരെ നോക്കി ഒരു സാധാരണക്കാരൻ പറയും, അനുഭവിക്കണം, അവൻ അത് തന്നെ വേണം. യേശു ഇത് കേട്ടു.
അവന്റെ മുഖത്ത് മുറ്റുചുരുട്ടി കുത്തി. നോക്കണം, ഈ റോമൻ സാമ്രാജ്യത്തിന്റെ പടയാളികൾ യേശുവിനെ ശിക്ഷിക്കുമ്പോൾ അവർക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. അവര് മുറ്റുചുരുട്ടി ഇടിക്കുന്നത് ഇന്നലകളിൽ അവിടെ കയ്യിൽ കിട്ടിയ ആളെ പോലെയാ. നികൃഷ്ട ജീവികളെ നമ്മൾ ഈ ജയിലിന്റെ അകത്തേക്ക് ആളുകളെ കടത്തിവിടുമ്പോൾ ഒരു നടയടി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ഒരു അടി അടിച്ചടിക്ക് അകത്തോട്ട് വന്നു. എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഒരുപോലെയാ കാണുന്നത്. കൂടുതൽ അക്രമം ചെയ്തവരാണെങ്കിൽ സാമൂഹ്യ ദ്രോഹിയെ കയ്യിൽ കിട്ടിയാൽ നന്നായിട്ട് പെരുമാറും. അപ്പൊ ജനങ്ങൾ യേശുവിനെ നോക്കി ഇതുപോലെ പ്രാഗിക്കൊണ്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അങ്ങനെ അല്ലാതെ പറ്റത്തില്ല. ഞാനും നിങ്ങളും ആ സ്ഥാനത്താണെങ്കിൽ പോലും ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന ക്രിസ്തുവിന്റെ മഹത്വം അറിയില്ല എങ്കിൽ അത് തന്നെയായിട്ട് പറഞ്ഞിട്ട് പോവുക. ഇവനിത് അനുഭവിക്കണം, ഇവനിത് അനുഭവിക്കണം. കാരണം അങ്ങനെയുള്ളവരെ ക്രൂശിച്ചിരുന്നത്. ഒരു വലിയ സമൂഹത്തിന് ഈ അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്രൂശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളാണ്. പക്ഷെ അപ്പോസ്തലൻ പറഞ്ഞത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇങ്ങനെ പ്രസംഗിക്കാൻ പോയ നാണക്കേടാ, പരിഹാസമാ. ആളുകൾ ഓടിക്കും. ക്രൂശിക്കപ്പെട്ടവരെ, അത്രയും ഒരു നികൃഷ്ട ജന്മത്തെ പ്രസംഗിക്കുകയോ എന്ന് ആളുകൾ ചോദിക്കുമെന്ന ഭയമൊന്നും പൗലോസിനില്ലായിരുന്നു. ക്രിസ്തുവിനെ നന്നായി അടിത്തറഞ്ഞ അപ്പോസ്തലൻ പറഞ്ഞു, ഈ ലോകത്തിന്റെ നിന്ദയെ ഞാൻ അഭിമാനമായി കരുതുന്നു. എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. ഞാൻ വളരെ സാധാരണ ഗതിയിൽ പറയാം, സാധാരണ നിലയിൽ പറയാം. ക്രൂശിക്കണമെന്നുള്ള സംഭവം പോട്ടെ. പുറത്ത് നിങ്ങൾ ചിരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അകത്ത് ചിരിക്കും. ഞങ്ങളോ വെടിവെച്ച് കൊല്ലപ്പെട്ട യേശുവിനെ പ്രസംഗിക്കും. എങ്ങനെയുണ്ട്? പരസ്യമായിട്ട് താഴെ പള്ളിക്കര ജംഗ്ഷനിൽ ചെന്ന് അവിടെ നീ മയക്കം പിടിച്ച് പറയുക, ഞങ്ങൾ വെടിവെച്ച് കൊല്ലപ്പെട്ട ഈ മനുഷ്യനെ പ്രസംഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതെങ്ങനാ പറയുന്നത്? വെടിവെച്ച് കൊല്ലപ്പെട്ടവരെ പ്രസംഗിക്കുന്നു തോന്നത്തില്ല. ഈ മൈക്ക് എടുക്കുന്നവരെ പറയാനൊന്ന് അറയ്ക്കും, വാക്കുകൾ പുറത്തു വരത്തില്ല. എന്ത് പറയാനായി വെടിവെച്ച് കൊല്ലപ്പെട്ടവനെ പറ്റി? എന്താ പറയുന്നത്? വെടിവെച്ച് കൊല്ലപ്പെടുന്ന അന്നത്തെ കാലത്ത് അഭിമാനമായിരുന്നു. അന്ന് വെടിവെക്കുന്ന രീതി ഇല്ലെങ്കിലും അങ്ങനെ ആണെങ്കിൽ പോലും അത് അഭിമാനമാകുമായിരുന്നു. ക്രൂശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കേൾക്കാൻ അറപ്പുളവാക്കുന്ന ചിന്തയാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് മുൻപ്. ഗ്രീക്കുകാരൻ നാവിലെടുക്കത്തില്ല ക്രൂശ്. അത്രയും ലജ്ജ, അത്രയും അപമാനമാണ്. അത് മറ്റൊരു സമൂഹത്തിന് വേണ്ടി വേദനിക്കപ്പെട്ട ശിക്ഷാവിധിയാണ്. അത് ക്യാപിറ്റൽ പണിഷ്മെന്റാ. അത് നല്ല വ്യക്തികൾക്ക് കൊടുക്കത്തില്ല. ഏറ്റവും നികൃഷ്ട ജന്മങ്ങൾക്ക് മാത്രം വേദനിക്കപ്പെട്ട ശിക്ഷാവിധി. ആ പദം, ആ ക്രൂശ് ചെവിയിൽ കേൾക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. റോമാക്കാരൻ അത് ബലഹീനമാണ്. കാരണം അവന്റെ അടിമയാ ക്രൂശിച്ചത്. റോമാക്കാരെ സംബന്ധിച്ച് ക്രൂശ് മരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടിമകൾക്ക് വിധിക്കുന്ന ശിക്ഷയാണ്. അവരെ സംബന്ധിച്ചത് ബലഹീനമാണ്. അവർക്ക് ഒരിക്കലും ആ ചിന്ത ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, താത്വികമായി പറ്റത്തില്ല. ഗ്രീക്കുകാരന് അവൻ ജ്ഞാനി, അറിവുള്ളവനാണ്. അവൻ നാവിലെടുക്കത്തില്ല, വായിലെടുക്കാൻ കൊള്ളാത്ത പദമാണ്. റോമാക്കാരന് ചെവിയിൽ കേൾക്കാൻ ആഗ്രഹിക്കാത്ത പദമാണ്. ആത്മീകന്, യഹൂദന് അവരെ കാണാൻ ആഗ്രഹിക്കാത്ത കാര്യമായിരുന്നു ക്രൂശ് മരണം. കാണാൻ ആഗ്രഹം പറഞ്ഞാൽ ക്രൂശ് യഹൂദൻ എന്തായിരുന്നു? ഇടർച്ചയായി, അല്ലെ? ഇടർച്ചയായി, കാണാൻ ആഗ്രഹിക്കാത്തത്. പ്രിയമുള്ളവരെ, സകല മനുഷ്യരും ഉൾക്കൊള്ളാത്ത നിലയിൽ അങ്ങേയറ്റം പരിഹസിക്കപ്പെട്ട അല്ലെങ്കിൽ അവമതിക്കപ്പെട്ട നിന്ദ്യമായ പരിഹാസ്യമായ ആ ചിന്തയാണ് അപ്പോസ്തലൻ അഭിമാനത്തോടു കൂടി പ്രസംഗിക്കുന്നത്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറയുമ്പോൾ ഈ ചിന്തയിൽ നിന്നാണ് നമുക്ക് എത്രത്തോളം അതിനെ സാധിക്കുമെന്നുള്ളത് അപ്പോസ്തലൻ നമ്മെ ചലഞ്ച് ചെയ്യുകയാണ്. തന്റെ ആത്മവിശ്വാസം താൻ ഉറപ്പിക്കുകയാണ്. എനിക്ക് ലജ്ജയില്ല, കാരണം സുവിശേഷത്തിന്റെ ഉത്ഭവം എങ്ങനെയാ തനിക്കറിയാം. 1-ാം അധ്യായം 1-ാം വാക്യം. ദൈവത്തിന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, കാരണം ഈ ലോകം, ഗ്രീക്കുകാരും റോമാക്കാരും ഇവിടത്തെ ആത്മീകർ എന്ന് പറയുന്ന യഹൂദന്മാരും ക്രൂശിനെയും
സുവിശേഷത്തെയും ഈ വർത്തമാന കാലത്തിൽ മാത്രം ഒതുക്കി അതിന്റെ പരിഹാസ്യമായ ചിന്തകളിൽ മാത്രം ഒതുങ്ങി കിടക്കുമ്പോൾ സുവിശേഷത്തിന്റെ മഹത്വം എന്താണെന്ന് എനിക്കറിയാം. എന്താ മഹത്വം? ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകൻ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം, മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം, പ്രവാചകന്മാർ മുഖാന്തരം അറിയിക്കപ്പെട്ടത്, നിത്യതയിൽ അനാദികാലത്തിൽ ദൈവത്താൽ വേർതിരിക്കപ്പെട്ട പുത്രനെ കുറിച്ചുള്ള സുവിശേഷം. അത് ഈ വർത്തമാനകാല സാഹചര്യം കൊണ്ട് മാറിപ്പോകുന്നതല്ല, അവിടെ കൊണ്ട് അപമാനിക്കേണ്ടതല്ല. സുവിശേഷത്തിന്റെ ശക്തി അപ്പോസ്തലൻ അറിയുകയാണ്. രണ്ടാമത്തത് അതിന്റെ നടത്തിപ്പിനെ പറ്റി താൻ പറയുന്ന നോക്കിക്കുക, 16-ാം വാക്യം. എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് സുവിശേഷം ലജ്ജയായി തോന്നാത്തത്? അത് ലജ്ജിക്കാനുള്ളതല്ല, അത് ദൈവശക്തിയാണ്. സുവിശേഷത്തിൽ പ്രവഹിക്കുന്നത്, വ്യാപരിക്കുന്നത് ദൈവശക്തിയാണ്. അത് രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാണ്. അത് മരണത്തിൽ നിന്ന് മനുഷ്യനെ പുനരുത്ഥാനത്തിലേക്ക് നയിക്കുന്ന ശക്തിയാണ്. അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ശക്തിയാണ്. അതുകൊണ്ടാണ് സുവിശേഷത്തെ പറ്റി എനിക്ക് ലജ്ജയില്ലെന്ന് ഉച്ചസ്ഥലം അപ്പോസ്തലൻ ഉദ്ഘോഷിക്കാനുള്ള കാരണം. നോക്കിക്കേ, ആ സുവിശേഷ നടത്തിപ്പ് താൻ പറയുന്നത് യഹൂദന്മാർക്ക് ആദ്യം, യവനന്മാർക്ക് പിന്നീട്. അതാ പാർഷ്യാലിറ്റിയാണോ സുവിശേഷത്തിൽ? ആദ്യം അമ്മാച്ചൻ കേൾക്കട്ടെ, പിന്നെ മരുമകനോട് പറയാം എന്ന തത്വമാണോ? ആദ്യം യഹൂദൻ പിന്നെ യവനൻ. അതാ യവനൻ സെക്കൻഡറി ആയി പോയത്. എന്താ യഹൂദൻ എന്താ പ്രൈമറി ആയത്? പ്രാധാന്യം യഹൂദന് വന്നത് എങ്ങനെയാ? അത് സ്വാഭാവികമാണ്. യഹൂദനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ക്ലാസ് റൂമിലെ ലീഡറെ പോലെ മനസ്സിലാക്കിയാൽ മതി. ക്ലാസ് റൂമിൽ ഒരു ലീഡർ ഉണ്ടെന്ന് പറഞ്ഞാൽ അതെന്തിനു വേണ്ടിയാണ്? പഴയ കാലത്തേക്ക് പോയി. ഇന്നത്തെ കൺസെപ്റ്റ് ഒക്കെ ചിലപ്പോൾ മാറിയിട്ടുണ്ടാകും. സംസാരിക്കുന്നവരുടെ പേരെഴുതാൻ, അല്ലേ? പേരെഴുതിയിടാൻ. പിന്നെ ടീച്ചർ വരുന്നത് വരെ ക്ലാസ്സിലെ അച്ചടക്കം മെയിൻറ്റെയിൻ ചെയ്യുക. ടീച്ചർ എഴുതിയിട്ടിട്ട് പോകുമ്പോൾ പിന്നെ ബോർഡൊക്കെ ഒന്ന് വൃത്തിയാക്കുക. പിന്നെന്താണ്? ക്ലാസ് മുറി വൃത്തിയായി സൂക്ഷിക്കുക. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ടീച്ചറോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ പറയുക. ടീച്ചറിന് ഒരു മധ്യസ്ഥനായിട്ട് ക്ലാസ് മറ്റു കുട്ടികളോട് സംസാരിക്കാൻ, അവരോടുള്ള അറിയിപ്പുകൾ പറയാനായിട്ട് ഒരു വ്യക്തി ഇടയ്ക്ക് നിർത്തി. അതിനർത്ഥം ഈ ക്ലാസ് ലീഡർക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്നാണോ? ക്ലാസ് ലീഡർക്ക് ടീച്ചർ കുറച്ച് മാർക്ക് കൂടുതലിട്ട് കൊടുക്കുമെന്നാണോ? ഒരിക്കലുമല്ല. ഞാൻ എപ്പോഴും ഈ ഉദാഹരണം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്, ഷാരോൺ ബൈബിൾ കോളേജിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ലീഡർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്ന മോശമല്ലേ, നിങ്ങൾ പറഞ്ഞതൊന്നും അറിയത്തില്ല, എന്നാൽ പോലും പേര് പറയാം. ലീഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ലീഡർ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പാളിൻ്റെ പവറാണ്. 100 പേര് പഠിക്കാനുണ്ട്. അപ്പോൾ പ്രിൻസിപ്പാൾ ഇല്ലാത്ത സമയത്ത് സ്കൂൾ ലീഡറാണ്, ജനറൽ മോണിറ്ററാണ് പ്രിൻസിപ്പളിന്റെ പവർ. അധ്യാപകരൊന്നും അദ്ദേഹത്തിന്റെ അടുത്ത് വരത്തില്ല. അധ്യാപകരോട് സംസാരിക്കുന്ന പോലെ ലീഡർ പേര് എഴുതിയിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ പ്രിൻസിപ്പാൾ ചാപ്പലിന്റെ സമയത്ത് വരും. അപ്പോൾ ഇദ്ദേഹം എഴുതിയ പേരുകളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് പോകും. പിന്നെ പ്രിൻസിപ്പാളിന്റെ ചടങ്ങ് അവിടെ നടക്കുന്നത്. അപ്പോൾ അത് പേടിച്ചിട്ട് ശ്വാസം വിടാൻ പേടിക്കുമായിരുന്നു. ഞാൻ ഫസ്റ്റ് ഇയറിലൊക്കെ അവിടെ ചെന്നിരിക്കുന്ന സമയത്ത് ഈ വലിയ ഹാളാ, താഴത്തെ നമ്മുടെ ഷാരോൺ, നിങ്ങൾക്ക് അറിയാമല്ലോ, ഷാരോണിന്റെ സഭാ ഹാൾ, അതിൻ്റെ ആ താഴത്തെ ചാപ്പലിലാണ്. ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ ഇരിക്കും. എല്ലാവരും ചമ്രം പണിഞ്ഞിങ്ങനെ ഇരിക്കും, ബുക്കൊക്കെ വെച്ചിരിക്കും. രാത്രി ഒരു 2 മണിക്കൂർ ഒരു മൊട്ടുസൂചി ഇട്ടാൽ കേൾക്കാനായിട്ട് പറ്റും. അത്രയും സൈലന്റ് ആയിരുന്നു. ആ പുള്ളി ഇങ്ങനെ വന്ന് അകത്തൂടെ ഇങ്ങനെ റോസ് കിട്ടുന്ന പോലെ ഇങ്ങനെ കറങ്ങി അടിച്ചു പോകും. 3-ാം വർഷമായപ്പോൾ ഗ്രാജുവേഷന്റെ സമയം വന്നു. പുള്ളിക്ക് ഗ്രാജുവേഷൻ കിട്ടി. 1-ാം തരം ലീഡറായിരുന്നു. പക്ഷേ വിഷയങ്ങൾക്കെല്ലാം പൂജ്യം. പുള്ളി ഈ റോദും ചുറ്റി ഇങ്ങനെ കറങ്ങി ആൾക്കാർ ശ്വാസം വിടുന്നുണ്ടോ എന്നൊക്കെ പേരെടുത്ത് കൊണ്ടുവരണം. ആമ്പിള്ളേർ പഠിച്ച് ഗ്രാജുവേഷൻ സ്പീക്കർ വേറെ ഉണ്ടായിരുന്നു. എക്സലൻസ് അവാർഡ് വാങ്ങിയ ആൾക്കാർ വേറെ ഉണ്ട്. നല്ല സ്റ്റിവാർഡ്സിന് അവാർഡ് വാങ്ങിയവരുണ്ട്. അങ്ങനെ പല അവാർഡുകളും വാങ്ങി നല്ല മിടുക്കന്മാരായിട്ട് ആളുകൾ പോയപ്പോൾ ഇദ്ദേഹത്തിന് ഗ്രാജുവേഷൻ കിട്ടിയില്ല. കുറെ വർഷങ്ങൾ അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലെന്നാണ് ഞാൻ കേട്ടത്. ഈ ഗതികേടാണ് ഒരർത്ഥത്തിൽ ആർക്ക് പറ്റിയത്? യഹൂദന് പറ്റിയത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ ആളുകൾ ചിന്തിക്കുമ്പോൾ വിചാരിക്കും യഹൂദനോട് ദൈവത്തിന് ഇച്ചിരി പാർഷ്യാലിറ്റി കൂടുതലുണ്ടായിരുന്നു. പക്ഷെ യഹൂദൻ അനുഭവിച്ചതുപോലെ ആരും അനുഭവിച്ചില്ല. ഇനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ.
നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും പാപികളും ദൈവരാജ്യത്തിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞില്ലേ? ആരെ പറ്റിയാ? നമ്മളെ പറ്റിയാ, സഭയെ പറ്റിയാ. യഹൂദന്മാരല്ലാത്ത, യഹൂദന് പുറത്തുള്ള സകല മനുഷ്യരെ പറ്റിയും യഹൂദനോട് കർത്താവ് പറഞ്ഞതാ, നിങ്ങൾ ഇങ്ങനെ അഹങ്കരിക്കരുത്. നിങ്ങൾക്ക് മുൻപ് ഒരു വലിയ സമൂഹമുണ്ട്, അവർ നിങ്ങൾക്ക് മുൻപേ ദൈവരാജ്യത്തിലിരിക്കും. അതെങ്ങനെയാ നടക്കാൻ പോകുന്നത് അറിയാമോ? ഇനിയും ക്രിസ്തു വരും. ക്രിസ്തു വന്ന് തന്റെ സഭയെ ചേർത്തുകൊണ്ട് അങ്ങ് പോകും. സഭയെ ചേർത്തുകൊണ്ട് പോകുമ്പോ പിന്നെ ഇവിടെ ഒരു 7 വർഷം ആരാ? യേശുവിനെ അംഗീകരിക്കാത്ത യഹൂദൻ തന്റെ അവസാനത്തെ അടിമത്തത്തിലൂടെ കടന്നു പോകും. അവസാനത്തെ ശിക്ഷാവിധിയുടെ യഹൂദൻ കടന്നു പോകും. എതിർ ക്രിസ്തു, സാക്ഷാൽ ക്രിസ്തുവിനെ അംഗീകരിക്കാതെ പിടിച്ചു ക്രൂശിച്ചവന് ദൈവം കൊടുക്കുന്ന അവസാനത്തെ ശിക്ഷ, മാനസാന്തരത്തിന്റെ അവസാനത്തെ സാഹചര്യം അവൻ ഒരുക്കി കൊടുക്കുക. എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ കഴുത്തറുത്തങ്ങ് കളയും, തലയറുത്ത് കളയും. അവിടെ കിടന്നുകൊണ്ട് നിലവിളിക്കും. അങ്ങനെ രക്ഷിക്കപ്പെടുന്നവർ രക്ഷിക്കപ്പെട്ടു. ആ ഒരു അവസ്ഥയിലേക്ക് യഹൂദൻ തള്ളപ്പെടും. അതുകൊണ്ട് ഒരിക്കലും ചിന്തിക്കരുത് ആദ്യം യഹൂദൻ എന്ന് പറഞ്ഞ കർത്താവ് അവരോട് ഭാഷയായിട്ട് കാണിച്ചു അല്ല, ക്രിസ്തുവിനെ അവരിലൂടെയാ ലോകത്തിന് പ്രസന്റ് ചെയ്യുന്നത്. ക്രിസ്തുവിനെ ലോകത്തിന് നൽകാൻ ദൈവത്തിന് ഒരു കൂട്ടം ആളുകളെ വേണമായിരുന്നു. അബ്രഹാമിനെ വിളിച്ചു. അപ്പൊ നമ്മൾ ചിന്തിക്കും, യഹൂദന്മാർ എപ്പോഴും അഭിമാനിച്ചത് അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിരുന്നു. അറിയാമോ? യേശുവിനോട് വരെ ചോദിച്ചു, നിനക്ക് അബ്രഹാമിനെ അറിയാമോ? നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ, നിനക്ക് എങ്ങനെ അബ്രഹാമിനെ അറിയാം അല്ലേ ചോദിച്ചു. അപ്പൊ കർത്താവ് എന്താ പറഞ്ഞേ? ഐ വാസ് ബിഫോർ അബ്രഹാം, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകാത്തത് കൊണ്ടാണ് കർത്താവ് മനസ്സിൽ പറഞ്ഞു, എന്റെ മക്കളെ അബ്രഹാമിനെ ഉണ്ടാക്കിയ ഞാൻ, നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. ഞാൻ അബ്രഹാമിന്റെ ദൈവമാണ്. അബ്രഹാമിനെ അറിയാമോ എന്ന് കർത്താവിനോട് ചോദിക്കുമ്പോ സാക്ഷാൽ അബ്രഹാമിനെ ഉളവാക്കിയവരോടായി ചോദിക്കുന്നേ. അവരങ്ങ് അഭിമാനിച്ചപ്പോ കർത്താവ് പറഞ്ഞു, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന്റെ മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കേണ്ട. ഒന്നുമല്ല, നിങ്ങൾ ഒന്നുമല്ല, നിങ്ങളുടെ അപ്പനും ഒന്നുമല്ല, നിങ്ങളും ഒന്നുമല്ല, നിങ്ങളുടെ അപ്പനെയും അബ്രഹാമും ഒന്നുമല്ല. അവനാരായിരുന്നു? അബ്രഹാം ആരായിരുന്നു? അബ്രഹാം ആരായിരുന്നു? തേരഹിന്റെ 3 മക്കളിൽ ഒരാൾ. തേരകാരായിരുന്നു. എന്തെങ്കിലും ആത്മീയ പാരമ്പര്യം പറയാനുണ്ടോ? ഒന്നുമില്ല, ഒന്നുമില്ല. വിഗ്രഹങ്ങളും കൊണ്ട് നടന്ന അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് താമസിച്ച ഒരു നോർമാഡി ഗ്രൂപ്പ് പോലെ അവിടെ ഇവിടെയും ഒക്കെ എന്താണ് ചേക്കരി താമസം നടന്ന യാത്ര ചെയ്തു പോകുന്ന ഒരു വിഭാഗം. തേരഹിന്റെ 3 മക്കൾ ആരൊക്കെയാ? ഹാരാൻ, നാഹോർ, അബ്രഹാം. അതിൽ ഇളയ സന്താനമായ അബ്രഹാമിനോട് ദൈവത്തിന് കരുണ തോന്നി. അവനെ വിളിച്ചു, നിന്റെ പിതൃഭവനത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിടണം, വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാമോ? പോയാൽ എന്നെ അനുസരിച്ചാൽ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അങ്ങനെ വന്ന ജാതിയായത്, അങ്ങനെ വന്നത്. അല്ലാതെ ദൈവത്തിന്റെ സ്ഥലം ഒന്നും പറയാനില്ല. ദൈവം വിളിച്ചത് കൊണ്ട് മാത്രമാ അബ്രഹാമിന് നിങ്ങളുടെ അപ്പന് ഈ ഒരു പദവി ലഭിച്ചത്. അതുകൊണ്ട് അതിന്റെ ബലത്തിൽ നിങ്ങൾ ഇവിടെ സംസാരിക്കരുതെന്ന് പറഞ്ഞ് അവരെ ശാസിക്കുന്ന കർത്താവ്. അപ്പോ യഹൂദനൊന്നും അല്ല സത്യത്തിൽ. യഹൂദനെ ദൈവം വിളിച്ചത് അബ്രഹാമിലൂടെയാണ്. അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിന്റെ മകൻ യാക്കോബ്, യാക്കോബിന്റെ 12 മക്കളെ 12 ഗോത്രങ്ങളാക്കി മാറ്റി. അതിനൊടുവിൽ യഹൂദ ഗോത്രത്തെ ദൈവം തിരഞ്ഞെടുക്കുന്നു. ആ യഹൂദ ഗോത്രത്തിലൂടെ യേശുവിനെ ലോകത്തിന് പ്രസന്റ് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തുവിനെ ലോകത്തിന് നൽകാൻ വേണ്ടിയാണ് അബ്രഹാം മുതൽ ഇസ്രായേൽ ജനത്തെ എല്ലാം ദൈവം തിരഞ്ഞെടുത്തത്. സ്വാഭാവികമായിട്ടും ഇതിനകത്ത് നിന്ന് ഒരാള് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഇതേ കാര്യത്തിന് എടുക്കാം, ഇതിനകത്ത് നിന്ന് ഒരാളെ കർത്താവ് വേർതിരിച്ചു കഴിഞ്ഞാൽ, ഒരു ദൈവിക പ്രവൃത്തിക്ക് വേണ്ടി വേർതിരിച്ചു കഴിഞ്ഞാൽ ആദ്യം ആ വ്യക്തി ആ നന്മ പ്രവൃത്തി പ്രഘോഷിക്കുന്ന എവിടെയായിരിക്കും? ഇവിടെയായിരിക്കും, അല്ലെ? അറിയുന്നവരോടായിരിക്കും. അല്ലെങ്കിൽ എവിടെ നിന്നാണോ ആ സമൂഹത്തിൽ അറിയിച്ചതാണ്, അതാണ് അതിന്റെ പശ്ചാത്തലം, അല്ലെങ്കിൽ അതാണ് അതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ടത്, സുവിശേഷം എന്തുകൊണ്ട് ആദ്യം യഹൂദനെ എന്ന് ചോദിച്ചാൽ, അത് യഹൂദനിലൂടെയാണ് ദൈവം ക്രിസ്തുവിനെ പുറത്തു കൊണ്ടുവന്നത്. സുവിശേഷം എന്ന് പറയുന്ന മഹാമർമ്മത്തെ, സുവിശേഷം എന്ന് പറയുന്ന മനുഷ്യനെ നിത്യതയോട് അടുപ്പിക്കുന്ന ഏറ്റവും വലിയ മഹാസന്ദേശത്തെ ദൈവം പുറത്തു കൊണ്ടുവന്നത് യഹൂദ സമൂഹത്തിലൂടെയാണ്. സ്വാഭാവികമായും ആ സമൂഹം അത് അറിയണം, അത് അറിയും, അല്ലെ? അവരെ അറിയിച്ചുകൊണ്ട് മാത്രമേ ഇത് ലോകത്തിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ യഹൂദൻ ദൈവത്തിന്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമായിരുന്നു. കാട് വെട്ടിത്തെളിയിക്കാൻ, ഒരു മേഖലയെ മുഴുവനും ഒന്ന് ക്ലീൻ ചെയ്ത് ശരിയാക്കാൻ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ആയുധം പിടിച്ചിരിക്കുന്നത് പോലെ മാത്രമാണ് ദൈവത്തിന്റെ കയ്യിൽ യഹൂദൻ പ്രവർത്തിച്ചത്. അപ്പൊ യഹൂദന് പ്രത്യേകിച്ച് വിശേഷതയൊന്നുമില്ല. കാട് വെട്ടിത്തെളിയിക്കാൻ വേണ്ടി കയ്യിൽ ഈ ആയുധം പിടിച്ചു. ആയുധത്തിനും ഈ പിടിച്ചിരിക്കുന്ന ആൾക്കും തമ്മിൽ ഒരു ബന്ധമുണ്ടാവില്ല.
അത്രയേ ഉള്ളൂ കാര്യം. അതിനപ്പുറത്തേക്ക് ഒരു പാർഷ്യാലിറ്റി ചിന്തിക്കുന്നത്. അപ്പോ യഹൂദനിലൂടെ വന്ന പിന്നെ അത് ജാതികളിലേക്ക് പോകണം. ഇനി ദൈവത്തിന്റെ മനസ്സ് നമുക്കറിയാം. ബാക്കി അടുത്ത ആഴ്ച ചിന്തിക്കാമെന്ന് വിചാരിക്കുക, സമയം വളരെ മുമ്പോട്ട് പോയല്ലോ. യഹൂദനും ജാതിയും. ആദ്യം യഹൂദൻ, പിന്നെ യവനൻ. നമ്മുടെ ആളുകൾക്കൊക്കെ ഇടയിൽ ഭയങ്കര ചോദ്യമുള്ള കാര്യമാണ്. ദൈവം യഹൂദനോട് പാർഷ്യാലിറ്റി കാണിച്ചു, ജാതിയെ വേറെ തരത്തിൽ കണ്ടു. അങ്ങനെയല്ല. ദൈവത്തിന്റെ ഹൃദയം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ജാതികളെ ദൈവത്തിന്റെ ഇളയ മക്കളായിട്ടും യഹൂദനെ ദൈവത്തിന്റെ മൂത്ത മകനായിട്ടുമാണ് ദൈവം കണ്ടത്. ഓക്കെ, ആദമനെ സൃഷ്ടിച്ചപ്പോൾ ആദം ഒറ്റയാളായിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. ആദമനെ സൃഷ്ടിച്ചപ്പോൾ ആദം ഒറ്റയാളാണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഏക മകൻ എന്ന് പറയാം. ആദം ദൈവത്തിന്റെ മകൻ, അങ്ങനെ വായിക്കുന്നു. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ആദം തെറ്റിപ്പോയി. അപ്പൊ ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്ന ആ ദൈവത്തിന്റെ സ്വപ്നം, ദൈവത്തിന്റെ പദ്ധതിയെ പിശാച് ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ആദം പിശാചിന്റെ സന്തതിയായി മാറിയപ്പോ ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്ന ആ പദ്ധതി അവിടെ ശൂന്യമാകുകയാണ്. പിന്നെ ആ പദ്ധതിക്ക് സാധ്യതയില്ല. ആദമിൽ നിന്ന് ജനിക്കുന്നതെല്ലാം പിശാചിന്റെ മക്കളായിട്ട് വരിക. ആദമിന്റെ സന്തതികളെല്ലാം പിന്നെ വരുന്നത് പാപികളായിട്ടാണ്. പാപികൾ ഒരിക്കലും ദൈവത്തിന്റെ മക്കളാവത്തില്ല. പാപി ദൈവത്തിന്റെ മക്കളാവണമെങ്കിൽ പാപിയിൽ നിന്ന് പാപം മാറണം. അതിന് പകരമായി ദൈവം പിന്നീട് ഇസ്രായേൽ ജനതയെ തിരഞ്ഞെടുക്കുന്നു. ഇസ്രായേൽ ജനതയെ നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ മൂത്ത പുത്രനെന്നാണ്, എന്റെ ആദ്യ ജാതൻ. അപ്പൊ ഇസ്രായേൽ ആദ്യ ജാതനാണെങ്കിൽ ബാക്കിയുള്ളവർ ദൈവത്തിന്റെ ഇളയ മക്കളാണ്. ഈ ഹൃദയമാണ് ദൈവത്തിനുണ്ടായിരുന്നത്. പക്ഷെ യഹൂദൻ ഒരിക്കലും ജാതിയെ ഉൾക്കൊള്ളാൻ പറ്റാതെ പോയി. അവൻ ജാതിയെ കണ്ടത് പുണ്ണിന് പുറത്തെ പൊറ്റ പോലെയും പട്ടിയെ പോലെയും ഒക്കെയാണ് ജാതി യഹൂദൻ കണ്ടത്. ഒരിക്കലും ദൈവത്തെ പകർന്നു കൊടുക്കാൻ യഹൂദന് കഴിഞ്ഞില്ല. ഈ കഴിവില്ലായ്മയെ കാലത്തിന്റെ സമ്പൂർണതയിൽ ദൈവം തിരുത്തി തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. പുത്രന് രണ്ട് വിശേഷണം ഉണ്ടായിരുന്നു. ഒന്ന് ഏകജാതൻ, രണ്ട് ആദ്യജാതൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് രണ്ട് വിശേഷണം ഉണ്ടായിരുന്നു. ഒന്ന് ഏകജാതൻ, രണ്ട് ആദ്യജാതൻ. ഏകജാതൻ എവിടെ നിന്ന് വന്നു? ഒറ്റ മകൻ ആദം. മൂത്ത മകൻ എവിടെ നിന്ന് വന്നു? ഇസ്രായേലിനെ ആദ്യജാതനെ തിരഞ്ഞെടുത്തു. ഇസ്രായേലിന്റെ വിശേഷണത്തോടുകൂടി ക്രിസ്തു സകലർക്കും മാതൃകയായി കാലത്തിന്റെ തികവിൽ ഈ ലോകത്ത് ജനിച്ചു. നമ്മൾ പറയുന്ന സുവിശേഷം തന്റെ ഏകജാതനായ പുത്രന് വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആദം പരാജയപ്പെട്ടിടത്ത് ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്ന ദൈവത്തിന്റെ നിത്യ പദ്ധതിയെ പിശാച് തകർക്കാൻ ശ്രമിച്ചതിന്റെ പരിണിതഫലമായി ആദം പരാജയപ്പെട്ടപ്പോൾ ആദമിന്റെ സ്ഥാനത്ത് ഒടുക്കത്തെ ആദമായി ക്രിസ്തു രംഗപ്രവേശം ചെയ്യുകയാണ്. ഏകജാതനായ പുത്രൻ. നമ്മൾ വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവമകൻ എന്ന് വിളിക്കപ്പെട്ട ആദം സകല മനുഷ്യരും ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടേണ്ടവരായിരുന്നു. പക്ഷേ ആദമിന്റെ പാപം കൊണ്ട് ദൈവ മക്കൾ എന്ന സ്ഥാനത്ത് നിന്ന് ഈ സകല മനുഷ്യരും വേർപെട്ടു പോയി. ആ പദവിയിലേക്ക് സകല മനുഷ്യരെ കൊണ്ടെത്തിക്കാൻ ഒടുക്കത്തെ ആദമായി ക്രിസ്തു ഈ ലോകത്തിൽ അവതരിക്കുകയാണ്. ഏകജാതനായി. അപ്പോ സുവിശേഷം ഒരു വ്യക്തി ആദ്യമായിട്ട് അംഗീകരിക്കുമ്പോ യേശു ദൈവത്തിന്റെ ഏകജാതൻ. അങ്ങനെ നമ്മൾ സുവിശേഷം പറയുന്നത്. ഒരു വ്യക്തി യേശുവിനെ അംഗീകരിച്ച് യേശുവിനെ രക്ഷകനും കർത്താവായി അംഗീകരിച്ച് കഴിയുമ്പോൾ അവൻ ദൈവത്തിന്റെ അടുത്ത മകനായിട്ട് മാറുകയാണ്. ക്രിസ്തു സ്വാഭാവികമായും മൂത്ത മകനായി മാറും. ഒറ്റ മകൻ, ഏക മകൻ, മൂത്ത സന്താനമായി മാറും. അപ്പൊ ചേർക്കപ്പെട്ടവൻ, ക്രിസ്തുവിനോട് ദൈവത്തോട് ചേർക്കപ്പെട്ടവൻ ദൈവത്തിന്റെ ഇളയ മകനാണ്. ഈ വെളിപ്പാടാണ് ക്രിസ്തു ദൈവം പകർന്നു തരുന്നത്. ലേഖനത്തിൽ വായിക്കുന്നു, തന്റെ ഏകജാതനായ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. കണ്ടോ? അപ്പോ എത്ര വലിയ മർമ്മമാണ് നോക്കിക്കേ സുവിശേഷത്തിന്റെ മർമ്മം. അത് ആദ്യം യഹൂദനോട് പറയാൻ കാര്യം, യഹൂദനെ, നിന്റെ വംശ പരമ്പരയില ഒരുത്തനെ തിരഞ്ഞെടുത്തത്. നിന്റെ വല്യപ്പനെ ഏകജാതനായ ദൈവം കണ്ടു. അവനിലൂടെ ഒരു സമൂഹത്തെ മക്കളായി ദൈവം കണ്ടു. അവൻ പരാജയപ്പെട്ടു. അടുത്ത് നിന്റെ പിതാക്കന്മാരെ ദൈവം തന്റെ ആദ്യജാതനായി തിരഞ്ഞെടുത്തു. നിന്റെ പിതാക്കന്മാരും പരാജയപ്പെട്ടു. ഇവിടെ ഇതാ ക്രിസ്തു
നിന്നിലൂടെ തന്നെ പുറത്തു വരുന്നു. അപ്പോ ഈ സന്ദേശം ആദ്യം യഹൂദന് കൊടുത്തിട്ട് പിന്നെ ജാതികളിലേക്ക് കൊടുക്കുകയാണ്. മൂത്തവരിൽ നിന്ന് ഇളയവനിലേക്ക്. എത്ര ഉള്ള കാര്യം വാക്യങ്ങളോട് ഉപസംഹരിക്കുകയാണ്. നമ്മുടെ തലകളെ യൂസ് മടക്കാം.